blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ദിവസങ്ങളിലെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ നമുക്ക് അനുഗ്രഹമായി തീർന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത USA നിന്നുള്ള ഒരു സഹോദരിയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് കർത്താവെ, അതുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ വിടുവിക്കണമേ. സമാധാനം ആ ഭവനത്തിൽ വാണ് അരുളട്ടെ കർത്താവെ. മകന് കർത്താവെ ഒരു നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണർ ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി, തൻ്റെ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവി കൊടുക്കണമേ കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, ഇന്നത്തെ വെൽവിഷൻ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ബാക്ക് പെയിനിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ അങ്ങ് കൊടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഷോൾഡർ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ. ഓസ്റ്റിയോപൊറോസിസ് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഈ കുടുംബത്തോടും ഇതിനെ കുടുംബാംഗങ്ങളോടും ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ മറുപടികൾ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പാല നവംബർ 20 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ പാല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി നവംബർ 21 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ അടിമാലി. ഒക്ടോബർ 23, 24, 25 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് സെന്റർ ആനുവൽ കോൺഫറൻസ് 2015 ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറി. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും നെഹമായ ഡാമിയനും നൽകിയ അഭിഷേകാഗ്നി നിറഞ്ഞ സന്ദേശങ്ങൾ, കൂടാതെ അറിയപ്പെടുന്ന ബൈബിൾ ടീച്ചറായ റവറൻഡ് GS ശ്രീനിവാസൻ ജനങ്ങളെ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നടത്തി. This is not an ordinary conference. This is a fiery conference because the God we serve is a fiery God. രോഗസൗഖ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ദിവസങ്ങൾ. രോഗികളായി വന്ന പലരും ഉടനടി സൗഖ്യമായ അനുഭവം. കണ്ണുനീരോട് കൂടിയ സാക്ഷ്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കൃപാവരങ്ങളുടെ ജ്വലനം, പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിന്റെ 3 ദിനങ്ങൾ. അതായിരുന്നു ഇപ്രാവശ്യത്തെ ആനുവൽ കോൺഫറൻസ്. മുതിർന്നവരും കുട്ടികളും യൗവനക്കാരും ചേർന്നുള്ള ആരാധനാവേളകൾ. ദ ഹിസ്റ്ററി മേക്കേഴ്സിന്റെ വിവിധ പ്രോഗ്രാമുകൾ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും വന്ന അനേകരെ സ്പർശിച്ചു. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഈ 2 ദിവസത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ആത്മകണ്ണിലൂടെ യേശുവിനെ കണ്ടവർ, യേശുവിനെ തൊട്ടവർ, പാപജീവിതം ഉപേക്ഷിച്ചവർ, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി എന്ന് തീരുമാനിച്ചവർ. അങ്ങനെ പോകുന്നു വന്നു ചേർന്നവരുടെ സമ്മിശ്ര അനുഭവങ്ങൾ. മറക്കാനാകാത്ത ആ ദിവസങ്ങളിലെ സന്ദേശങ്ങളുടെയും അനുഭവങ്ങളുടെയും നേർക്കാഴ്ചയിലേക്ക്.
എൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന സഹോദരൻ്റെ പേര് വിജയൻ എന്നാണ്. തൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് നിൽക്കുന്നത്. ഇവർ തിരുവനന്തപുരത്ത് നിന്നാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ബ്ലെസ്സിങ് സെൻ്ററിൻ്റെ അംഗങ്ങൾ കൂടിയാണ് ഇവർ. വിജയൻ എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഏകദേശം 17-ാം വയസ്സ് മുതൽ തനിക്ക് മദ്യപിക്കുന്ന ഒരു ദുശീലമുണ്ടായിരുന്നു. ഇപ്പോൾ തനിക്ക് 46 വയസ്സായി. ഏകദേശം 25 വർഷം നീണ്ടു നിന്ന ഒരു മദ്യപാനം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. മദ്യപാനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ച വ്യക്തിത്വമാണ് നിൽക്കുന്നത് മിസ്റ്റർ വിജയൻ ഫ്രം ട്രിവാൻഡ്രം. അതെ, റൈറ്റ്. 25 വർഷം ഈ മദ്യപാനം തുടർന്നുകൊണ്ടിരുന്നു. ചെറുപ്രായം മുതലേ തനിക്കുണ്ട്. അതിനുശേഷം വിവാഹം കഴിച്ചതിന് ശേഷം മദ്യപാനം നിർത്തിയില്ല, അത് കണ്ടിന്യൂ ചെയ്തു പോന്നു. ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഈ മദ്യപാനം കാരണമായി തീർന്നു. എന്നും വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുടുംബസമാധാനം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് കൂടാതെ വിജയൻ എന്ന് പറയുന്ന ഈ സഹോദരൻ നാട്ടിലെല്ലാം ചെറിയ അടിപിടി കേസുകളിലും ചെറിയൊരു ഗുണ്ടായിസം പരിപാടിയിലൊക്കെ താൻ ഇൻവോൾവ്ഡ് ആയിരുന്നു. അടിപിടി കേസിലൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് ആദ്യം ഒരു കുപ്പി വാങ്ങിച്ചു വെച്ച് 2-3 ഗ്ലാസ് കുടിപ്പിച്ചിട്ട് ഒരാളിനെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലുമായിരുന്നു. ഒരു കുപ്പിക്ക് ഒരു കൊലപാതകം നടത്താനുള്ള വീര്യമുണ്ട്. ഓക്കെ, ഇതൊക്കെയായിരുന്നു വിക്രിയകൾ. അതെ, ഇടയ്ക്കെല്ലാം മദ്യപാനം നിർത്തണമെന്ന് ചിന്തിച്ചു. പക്ഷേ മദ്യപാനം നിർത്തിയില്ല, മദ്യപാനത്തിൻ്റെ അളവ് കുറച്ചു. അങ്ങനെ കുറച്ച് കാലഘട്ടത്തിലാണ് തനിക്ക് വിദേശത്തേക്ക്, ഗൾഫിലേക്ക് ജോലിയുമായി പോകേണ്ടി വന്നു. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ പറഞ്ഞത് എങ്ങനെയാണ്, ആരും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് അവിടെ വേണ്ടുവോളം താൻ മദ്യപിച്ച് നടന്നു. ഭാര്യ അവിടെ ഇല്ല, കുടിക്കല്ലേ എന്ന് പറയാൻ ആരുമില്ല, ഉപദേശിക്കാൻ ആരുമില്ല, സ്വതന്ത്രനായി മദ്യപിച്ച് നടന്നു. അങ്ങനെ വർഷങ്ങളോളം ഈ മദ്യപാനം തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, 2 വർഷം മുൻപാണ് ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുവാൻ ഇടയായിത്തീർന്നത്. അതിനുശേഷം നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഒരു പങ്കെടുത്തു. അതിനുശേഷം ഇവർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നോ അതോ പങ്കെടുത്തത്? ഓ, ഹസ്ബൻഡ് വന്നില്ല, ഞാൻ മാത്രമാണ്. അല്ല, ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു, ഭാര്യ മാത്രം വന്ന് പങ്കെടുത്തു. അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരം ബ്ലെസ്സിങ് സെന്ററിനെ കുറിച്ച് ഇവർ അറിയുവാനിടയായി തീർന്നു. ഭാര്യ വീട്ടിൽ ചെന്ന് പറഞ്ഞു, നമുക്ക് ഒരു ഞായറാഴ്ച അവിടെ ആരാധനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെയും കൂട്ടി ഞായറാഴ്ച ബ്ലെസ്സിങ് സെന്ററിൽ ചെന്നു. സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, അന്നത്തെ ലൈവ് ടെലികാസ്റ്റിലൂടെ ബ്രദർ നൽകിയ വചന സന്ദേശം ആരാധനയുടെ ഇടയിലും ഇദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഇനിമേൽ ഞാൻ മദ്യപിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ലൈവ് ടെലികാസ്റ്റിൽ ബ്ലെസ്സിങ് സെന്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ചെന്ന ദിവസമാണോ? അതെ, ആദ്യമായിട്ട് ചെന്ന ദിവസം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും കുടിക്കുന്ന സമയമാണ്. ഓ, മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു ഞായറാഴ്ച തിരുവനന്തപുരം ബ്ലെസ്സിങ് സെന്ററിൽ ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മദ്യപാനം ഇനി ഞാൻ മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്തു. അതിനുശേഷം ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്, തലേ ദിവസം വരെ താൻ മദ്യപിച്ചിരുന്നു, പക്ഷേ അന്നത്തെ ആ ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം തൻ്റെ ജീവിതത്തിൽ ഇന്ന് 2 വർഷങ്ങൾ നീങ്ങിയിട്ടും ഇതുവരെയും ഒരു തുള്ളി പോലും താൻ കുടിച്ചിട്ടില്ല. മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഈ കുടി നിർത്താന്ന് പറഞ്ഞാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനിൽ പോകുന്നത് പോലെ വളരെ പ്രയാസകരമാണെന്നാണ് ചിന്ത. യേശു സ്പർശിക്കുമ്പോൾ ഒരു സെക്കൻഡിൻ്റെ പകുതി സമയം മതി, ഒരൊറ്റ തീരുമാനം, ഫുൾ ഡെലിവറൻസ്. ഇന്ന് വരെ കുടിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. 25 വർഷത്തെ യുദ്ധം അവസാനിച്ചു. ബ്രദറെ, ഈ സഹോദരി പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ഈ സഹോദരി പറഞ്ഞ എങ്ങനെയാണ്, കുടുംബസമാധാനം എന്നതായിരുന്നു തൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ വിഷയം. വീടല്ല, ഒന്നുമല്ല, കുടുംബസമാധാനമായിരുന്നു. അതിനു വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചതും എല്ലാം ബ്ലെസ്സിങ് സെന്ററിൽ കടന്നു വന്നപ്പോഴൊക്കെ. പക്ഷേ ഈ സഹോദരി പറയുന്നത് എങ്ങനെയാ, കുടുംബസമാധാനത്തിന് തടസ്സമായി നിന്ന മദ്യപാനം എടുത്തു മാറ്റുക മാത്രമല്ല, താൻ പ്രാർത്ഥിക്കാത്ത ഒരു വിഷയമായിരുന്നു. തനിക്ക് 19 വർഷമായി ഈ സഹോദരിക്ക് കടുത്ത തലവേദനയുണ്ടായിരുന്നു, അതിശക്തമായ തലവേദന. ഒരുപാട് മരുന്നുകൾ മാറി മാറി കഴിച്ചു. പക്ഷേ അതുകൂടെ ദൈവം സൗഖ്യമാക്കി. ഒരു സാമ്പത്തികമായ വിടുതലും, 2 ലക്ഷം രൂപ ഇവർക്ക് കടമുണ്ടായിരുന്നു, അതും പൂർണ്ണമായി എടുത്തു മാറ്റി. ഈ മോൾക്ക്
ടോൺസിലൈറ്റീസിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. ഒരുപാട് മരുന്നുകൾ മാറി മാറി കഴിച്ചു, തണുപ്പുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഈ കുഞ്ഞിന്. പക്ഷേ ഇത് കൂടെ ദൈവം സൗജന്യമായി ദൈവം കൊടുത്തു, പൂർണ്ണമായി ഇവരെ വിടുവിച്ചു. Matthew 18, Jesus says, അവിടെ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ പ്രകാരം യേശു പറയുന്നു, he tells us to enter the kingdom of God, we must be humble like a child. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. To enter the kingdom of God, you must be humble like a child. നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിശുക്കളെ പോലെ തിരിഞ്ഞ് നിങ്ങൾ താഴ്മ ധരിക്കേണ്ടതായിട്ടുണ്ട്. A child has many qualities. ഒരു ശിശുവിന് കുറെ അധികം സ്വഭാവ ഗുണങ്ങളുണ്ട്. Number one, he is innocent. He or she is innocent. ഒന്നാമത്തെ കാര്യം, ആ ഒരു പെൺകുഞ്ഞോ ആൺകുട്ടിയോ അത് വളരെയധികം ഇന്നസെന്റ് ആയിരിക്കും. He is dependent. Number two. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ ഒത്തിരി ആശ്രയിക്കുന്നവരായിരിക്കും. And number three, a child is always very humble. മൂന്നാമത്തെ കാര്യം, ഒരു ചെറിയ കുട്ടി എപ്പോഴും താഴ്മയുള്ളതായിരിക്കും. When a child is born, he is dependent on his parents. He is always humble. ഒരു ചെറിയ കുട്ടി എപ്പോഴും തൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കളെ വളരെയധികം ആശ്രയിക്കുകയും താൻ താഴ്മയോടുകൂടി നടക്കുകയും ചെയ്യുന്നു. But when he grows up, lot of things slowly enter into him. എന്നാൽ പതുക്കെ പതുക്കെ ആ കുഞ്ഞിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വേറെ പല കാര്യങ്ങളും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയാകും. Pride enters into him. അഹങ്കാരം കടന്നു വരാനിടയുണ്ട്. And his humility decreases. താഴ്മ അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകുവാനിടയാകും. But Jesus is telling us to turn back to a child. യേശു കർത്താവ് എന്നാൽ നമ്മോട് പറയുകയാണ്, ഒരു ചെറിയ ശിശുവിനെ പോലെ നിങ്ങൾ തിരിഞ്ഞു വരുവിൻ. Only then the kingdom of God will be ours. അതിനുശേഷം മാത്രമേ സ്വർഗ്ഗരാജ്യം കരസ്ഥമാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. So let's take a decision today. നമുക്ക് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാം. How many of you will take a decision today? എത്ര പേർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയും? You will take a decision to be humble in everything that you do. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു താഴ്മ ധരിക്കുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയും? To show humility in everything that you do. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും താഴ്മയോടുകൂടി അത് ചെയ്യുക. Amen. ആമേൻ. Let's read Philippians 2:9. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വചനം ചേർന്ന് വായിക്കാം. Verse 9 says, അതിന്റെ 9-ാം വചനം, therefore God exalted him to the highest place and gave him the name that is above every name, that at the name of Jesus every knee should bow in heaven and on earth and under the earth. 9-ാം വചനം മുതൽ ഇപ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. Amen. This is powerful. അത് വളരെ ശക്തിയേറിയ ഒരു വചനമായിരുന്നു. So what did we read just now? എന്താണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വായിച്ചത്? Was the humiliation the end of it all? യേശു കർത്താവിന്റെ ജീവിതത്തിലെ താഴ്ത്തപ്പെടൽ അത് അവന്റെ ജീവിതത്തിന്റെ അവസാനമായിരുന്നില്ല. Was it the end? അതെന്റെ ജീവിതത്തിന്റെ അവസാനമായിരുന്നു. It wasn't. അത് അവസാനമായിരുന്നു. The God the Father exalted Jesus to the highest place. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് യേശു കർത്താവിനെ പിതാവാം ദൈവം ഉയർത്തുവാനിടയായി. Gave him the name above all names. സകല നാമത്തിനു മേലായ ഒരു നാമം യേശുവിന് ദൈവം നൽകി. Amen. ആമേൻ. That is what the God the Father does to us. അതാണ് പിതാവാം ദൈവം നമ്മുടെ ജീവിതത്തിലും ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നത്. There might have been times in your life when you have been humbled. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തപ്പെടുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം. You might have humbled yourself in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ സ്വയമായി പലപ്പോഴും താഴ്ചയിൽ ഇരിക്കേണ്ട അവസ്ഥകൾ വന്നേക്കാം. The same God that exalted Jesus, യേശു കർത്താവിനെ ഉയർത്തിയ അതേ ദൈവം, the same God that exalted Jesus to the highest position, ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് യേശു കർത്താവിനെ ഉയർത്തിയ അതേ പിതാവാം ദൈവം is capable of lifting you up too. അവൻ നിങ്ങളുടെയും ഉയർത്തുവാൻ ശക്തനാകുന്ന ദൈവമാകുന്നു. Even from your present situation, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ള സാഹചര്യത്തിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He will take you out from the miry clay നിങ്ങളുടെ ജീവിതത്തിലുള്ള കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നിന്നെ കയറ്റുവാൻ ആഗ്രഹിക്കുന്നു. and put you on the rock to stay. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തുവാകുന്ന പാറയുടെ മുകളിൽ നിർത്തുവാൻ പിതാവാം ദൈവം ആഗ്രഹിക്കുന്നു. What is the second route? എന്താണ് രണ്ടാമത്തെ വഴി? Exaltation through obedience. അനുസരണത്തിലൂടെ ഉയർത്തപ്പെടുക. Obedience is basically obeying the word of God and what the Lord says.
ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കുന്നതിനെ കുറിച്ചാണ് ദൈവവചനം അനുസരണം എന്ന് പറയുന്നത്. If you read the Bible, നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ the commandment to obedience always comes with a promise. അനുസരണം എപ്പോഴും ഒരു വാഗ്ദത്തത്തോട് കൂടിയാണ്. അനുസരണം നിങ്ങൾ നിവർത്തിക്കുമ്പോൾ അതിനോട് കൂടെ ചേർന്ന ഒരു വാഗ്ദത്തം കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. Ephesians 6:1 says, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വചനം പറയുന്നു. 6:1, 2 and 3. അതിന്റെ 1, 2, 3 വചനങ്ങൾ. It says, if you honor your father and mother, നിങ്ങളുടെ അമ്മയപ്പന്മാരെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ, and that includes obeying them, അവിടെ അനുസരിക്കുന്ന കാര്യങ്ങൾ അതിനുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ട്. you will live long in this land. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടുകൂടി നിങ്ങൾ ഇരിക്കും. That is what the Bible says. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. That is a promise. അതാണ് ആ വാഗ്ദത്തം എന്ന് പറയുന്നത്. Similarly, അതുപോലെ തന്നെ when you obey the word of God, നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ, when you obey what the Lord says, ദൈവം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുമ്പോൾ, the promise is a divine exaltation. ദൈവം നിങ്ങളുടെ ഉയർച്ച നിങ്ങൾക്ക് വാഗ്ദത്തം കൽപ്പിച്ചു തരികയാണ്. That is the promise God is promising you. ദൈവം നിങ്ങളോട് പറഞ്ഞു തരുന്ന വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയാണ്. In the Old Testament, we read about King Saul. നമുക്ക് പഴയ നിയമത്തിൽ ശൗൽ എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി നമുക്ക് He വായിക്കാം. was a great king of Israel. ഇസ്രായേലിലെ വളരെ നല്ലൊരു രാജാവായിരുന്നു താൻ. He was anointed by Samuel. ശമൂവേൽ പ്രവാചകനിലൂടെ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു രാജാവ്. And he listened to the word of God through Samuel. ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവവചനം താൻ ധാരാളമായി കേട്ടിരുന്നു. So one day God told Samuel ഒരു ദിവസം ശമൂവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു to tell Saul to attack the Amalekites. അമാലേക്യരെ ആക്രമിക്കുവാനായിട്ട് ശൗലിനോട് പറയുക. And not only attack them, അവരെ ആക്രമിക്കുക മാത്രമല്ല, but completely destroy them. അവരെ മുഴുവനായി നശിപ്പിക്കുവാനും ദൈവം പറഞ്ഞു. Completely destroy the city. അവരുടെ പട്ടണം പൂർണ്ണമായി നശിപ്പിക്കണം. Completely destroy the men and women in that city. അവിടെ ഇരിക്കുന്ന സകല പുരുഷന്മാരെയും സ്ത്രീകളെയും കൊന്നുകളയണം. And completely destroy all the cattle, everything that you find in that city. അവിടെ ഇരിക്കുന്ന സകല നാൽക്കാലികളെയും സകലത്തെയും നശിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞിരുന്നു. And Saul with the Israel army went and attacked. അവിടെ അമാലേക്യരുമായി യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് ശൗലും അതുപോലെ ഇസ്രായേൽ സൈന്യവും പുറപ്പെട്ടു. And he completely demolished the city. അവിടെ ആ പട്ടണം പൂർണ്ണമായിട്ടും ശൗൽ തകർക്കുവാനിടയായി. But except one thing. ഒരു കാര്യം മാത്രം ദൈവം പറഞ്ഞത് ശൗൽ അനുസരിച്ചില്ല. He took all the cattle, all the good cattle and the sheep. He took it and he kept it with him. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല നാൽക്കാലികളിൽ പലതിനെയും അവൻ എടുത്ത് അവരോട് കൂടെ തിരികെ കൊണ്ടുവരാനിടയായി. What did the Lord say? ദൈവം എന്തായിരുന്നു അവനോട് പറഞ്ഞിരുന്നത്? To destroy everything. അവിടെ ഉണ്ടായിരുന്ന സകലത്തെയും നശിപ്പിക്കുക. Not leave a single thing. അവിടെ ഒരു ചെറിയ കാര്യത്തെ പോലും ബാക്കി അവശേഷിപ്പിക്കരുത് എന്ന് ദൈവം പറഞ്ഞിരുന്നു. But what did Saul do? എന്താണ് ശൗൽ ഇവിടെ ചെയ്തത്? He left the cattle. അവിടെ ദൈവം പറഞ്ഞതിന് വിപരീതമായി കന്നുകാലികളെ അവശേഷിപ്പിച്ചു. He left everything that was good. അവിടെ നല്ലതായിരുന്ന എല്ലാത്തിനെയും ശൗൽ അവിടെ He left അവശേഷിപ്പിക്കുവാനിടയായി. everything that was not weak. അവിടെ നല്ലതായിരുന്ന എല്ലാത്തിനെയും ശൗൽ തിരികെ കൊണ്ടുവരാനിടയായി. So the Lord told to destroy everything. ദൈവം പറഞ്ഞിരുന്നത് എന്നാൽ സകലത്തെയും നശിപ്പിക്കുക. And what did Saul do? എന്താണ് ശൗൽ അവിടെ ചെയ്തത്? He did not destroy everything. എല്ലാത്തിനെയും ശൗൽ നശിപ്പിച്ചില്ല. And the Lord was angry. ദൈവം വളരെയധികം കോപാലുവായി. He was deeply grieved. വളരെയധികം ദൈവം നിരാശപ്പെട്ടു. He told Samuel to tell Saul, to ask Saul why he did that. ശൗലിനോട് പറയുക, എന്തിന് നീ ഇതുപോലെ ചെയ്തു? Why didn't you obey the word of the Lord? ദൈവം നിന്നോട് കൽപ്പിച്ചിരുന്ന വചനത്തെ നീ എന്തുകൊണ്ട് അനുസരിച്ചില്ല? Why didn't you destroy everything? നീ എന്തുകൊണ്ട് എല്ലാത്തിനെയും നശിപ്പിച്ചില്ല? And this is what Saul said. ശൗൽ പ്രകാരം ദൈവത്തോട് പറഞ്ഞു, I took all the cattle, all the good sheep and all the cattle to give a sacrifice to the Lord. അവിടെ ഉണ്ടായിരുന്ന നല്ല നാൽക്കാലികളെ മാത്രം ഞാൻ തിരഞ്ഞെടുത്തത് ദൈവത്തിന് യാഗം കഴിക്കുവാൻ വേണ്ടി മാത്രമാണ്. Saul wanted to please God. ശൗലിന് ദൈവത്തെ പ്രസാദിപ്പിക്കണമായിരുന്നു. But how was he pleasing God? എപ്രകാരമായിരുന്നു അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത്? He wanted to please God, but at the same time he was disobeying God. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ മറുത്ത് അവൻ ദൈവത്തെ ദുഃഖിപ്പിക്കുവാനിടയായി. And then Samuel says to obey is better than sacrifice. അവിടെ ശമൂവേൽ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, അനുസരണം എന്ന് പറയുന്നത് യാഗത്തെക്കാൾ ശ്രേഷ്ഠമായ കാര്യമാണ്.
I want to say the same thing today. ഞാൻ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. To obey is better than sacrifice. നിങ്ങളൊരു യാഗം കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ദൈവത്തെ അനുസരിക്കുക. To obey is better than doing all the good things in the world. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളെക്കാളും വിലയേറിയതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുസരണം. To obey the Lord is better than doing all the charitable works in the world. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലും വളരെ ഉയർന്നൊരു കാര്യമാണ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. To obey the Lord is better than all the religious rituals that you do. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ മതപരമായ കാര്യങ്ങളെക്കാൾ ഏറ്റവും മികച്ച കാര്യമാണ് അനുസരണം. Number 3 is exaltation through the favor of the Lord. ഉയർത്തപ്പെടാനുള്ള മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുക. This is the third way in which you can be exalted. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടാനുള്ള മൂന്നാമത്തെ വഴിയാണ് ഇപ്പോൾ പറഞ്ഞത്. Abraham had the divine favor of the Lord. അബ്രഹാമിന് ദൈവത്തിൽ നിന്നുള്ള ഒരു വലിയ പ്രസാദം ലഭിക്കുവാനിടയായി. Everything that he did was a blessing. അവൻ ചെയ്തതെല്ലാം അനുഗ്രഹമായി തീരുവാനിടയായി. And the same divine favor rested with his son Isaac. അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അതേ ദൈവ പ്രസാദം തന്നെ അവന്റെ മകനായ ഇസ്ഹാക്കിന്റെ മേലും വന്നു ചേർന്നു. His half brother Ishmael did not have it. അവന്റെ അർദ്ധ സഹോദരനായിരുന്ന ഇഷ്മായേലിന് അത് ലഭിച്ചില്ല. But Isaac had the divine favor of the Lord. ഇസ്ഹാക്കിന് എന്നാൽ അബ്രഹാമിന്റെ ആ ഒരു ദൈവികമായ പ്രസാദം ലഭിച്ചു. Again this favor was with his son Jacob. ഇസ്ഹാക്കിന് ശേഷം അവന്റെ മകനായിരുന്ന യാക്കോബിലേക്കും ആ ഒരു ദൈവ പ്രസാദം വന്നു ചേരുവാനിടയായി. His brother Esau did not have it. അവന്റെ സഹോദരനായ ഏശാവിന് അത് ലഭിച്ചില്ല. But everything that Jacob did returned in success. എന്നാൽ യാക്കോബ് ചെയ്ത എല്ലാ കാര്യങ്ങളും വിജയത്തോടെ പൂർത്തിയാക്കുവാൻ ദൈവം അവനെ അനുഗ്രഹിച്ചു. He ran away from his house. അവന്റെ വീട്ടിൽ നിന്ന് അവൻ ഓടിപ്പോയി. And then he returned as one of the richest men in that എന്നാൽ country. അവൻ തിരികെ വന്നത് അവന്റെ രാജ്യത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പണക്കാരനായിട്ടാണ് അവൻ തിരികെ അവന്റെ രാജ്യത്തേക്ക് എത്തിയത്. The number of sheep he had grew. അവനോട് കൂടെ 100,000 കണക്കിന് ആടുമാടുകൾ ഉണ്ടായിരുന്നു. All the people under him were blessed. അവന്റെ കീഴിലുണ്ടായിരുന്ന സകലരും അവനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. Why? Because he had the divine favor of the Lord. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന്റെ മേലൊരു ദൈവിക പ്രസാദം നിലനിന്നിരുന്നു. You see, all these men, നിങ്ങൾക്ക് ഈ ആളുകളെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. they all had the divine favor of the Lord. അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവരായിരുന്നു. And how did they have the divine favor of the Lord? എങ്ങനെയാണ് അവർക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചത്? Did they simply receive it? അവര് ലളിതമായ രീതിയിൽ അത് സ്വീകരിച്ചത് എങ്ങനെയാണ്? It is because they obeyed. അവർ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ അത് കരസ്ഥമാക്കി. The favor of the Lord comes into your life through obedience. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിന്റെ പ്രസാദം വന്നു ചേരുവാനിടയാകും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയപൂർ നവംബർ 25 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉദയപൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ട നവംബർ 26 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഇമ്മാനുവൽ മിഷൻ ചർച്ച് ഓഡിറ്റോറിയം, കോട്ട ജംഗ്ഷൻ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡൽഹി നവംബർ 27 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. സെയിന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, സെയിന്റ് തോമസ് കമ്മ്യൂണിറ്റി ഹാൾ, 59 മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷന് സമീപം, ന്യൂഡൽഹി 110001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ജയ്പൂർ നവംബർ 28 ശനി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഭാരതം ഓഡിറ്റോറിയം, ടാഗോർ പബ്ലിക് സ്കൂൾ ക്യാമ്പസ്, വൈശാലി നഗർ, നാഷണൽ ഹാൻഡ്ലൂമിന് എതിർവശം, ജയ്പൂർ, രാജസ്ഥാൻ. ഇനി നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ഇരിക്കരുത്, എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ,
ചെവിയിൽ വല്ലാത്ത വേദന അനുഭവിക്കുന്ന, ചെവി അടഞ്ഞിരിക്കുന്ന പോലെ വേദന അനുഭവിക്കുന്ന ആ വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. നടുവിന് വേദനയുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാല് കുടിക്കാത്ത ഒരു നവജാത ശിശുവിനെ കർത്താവ് കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മേൽ സൗഖ്യം വരികയാണ്. ആ കുഞ്ഞ് പാല് വളരെ നോർമലായിട്ട് കുടിക്കാൻ തുടങ്ങിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് നിമിത്തമുള്ള പ്രശ്നങ്ങൾ, വയറിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഇപ്പോൾ ആ കുഞ്ഞ് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ ഈ സമയത്ത് സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. മജ്ജയിലേക്ക് യേശുവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡെലിവറിക്ക് വേണ്ടി, പ്രസവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. നിങ്ങൾ വല്ലാത്ത കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്നൊക്കെ ഡോക്ടേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ കരം അമ്മയുടെ മേലും കുഞ്ഞിൻ്റെ മേലും ഈ സമയത്ത് വന്നു ചേരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വളരെ നോർമലായി തന്നെ കർത്താവ് അത്ഭുതത്തിലൂടെ അങ്ങയുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയും കുഞ്ഞും കർത്താവെ ഒരു പ്രശ്നവുമില്ലാതെ തന്നെ അവർക്ക് ലഭിക്കുവാനായി അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥലത്തിൻ്റെ വഴക്ക്, വലിയ വഴക്കുകളുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം കർത്താവ് അത് പരിഹരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ദൈവം നീതിയും ന്യായവും നടപ്പാക്കുന്ന കർത്താവെ, അങ്ങ് നീതിയും ന്യായവും അങ്ങ് നടപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. വെരിക്കോസ് വെയിൻ, നിങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാലിലെ വെയിനുകൾ പൊട്ടുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകട്ടെ. പല തരത്തിലുള്ള അലർജികൾ ഈ സമയത്ത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറയുന്നു കർത്താവെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പകർന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് പാലായിൽ വെച്ചിട്ടാണ്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റന്നാൾ അടിമാലിയിലാണ് നടക്കുന്നത്. അവിടേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാളത്തെ നമ്മുടെ എപ്പിസോഡ് ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. ബ്രദർ ഡാമിയൻ്റെ പ്രത്യേകമായ സന്ദേശങ്ങളും അതുപോലെ തന്നെ ആ കോൺഫറൻസിൽ നടന്നിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള പല കാര്യങ്ങളൊക്കെ ഞങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണാനായിട്ട് മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.